ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞവരെ, ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ലൂക്കായുടെ സുവിശേഷം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സക്കറിയായെ കണ്ടുമുട്ടുന്നുണ്ട്. സക്കറിയായിക്ക് ഒരു സദ്വാർത്ത ലഭിക്കുന്നു. പക്ഷേ താൻ വൃദ്ധനായതിനാൽ അദ്ദേഹത്തിന് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന അയാളെ മാലാഖ ശകാരിക്കുകയും മൗനത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധ മറിയത്തിന് സദ്വാർത്ത ലഭിക്കുമ്പോൾ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാലാഖ സഹിഷ്ണുതയോടെ ഉത്തരം നൽകുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? എന്തുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും രണ്ട് രീതിയിൽ സമീപിക്കുന്നത്? മാനുഷികമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. സക്കറിയ പ്രായം ചെന്നയാളാണ്. ഒരുപാട് ജീവിതാനുഭവവും ദൈവാനുഭവവും ഉള്ളയാൾ. അയാൾ കാര്യത്തെ കുറച്ചുകൂടി പക്വതയോടുകൂടെ സമീപിക്കേണ്ടതായിരുന്നു. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പിച്ചവെച്ച് തുടങ്ങിയിരിക്കുന്നവളാണ്. അവൾക്ക് സംശയങ്ങളുണ്ടാവും. അങ്ങനെ സംശയങ്ങളുണ്ടാവുമ്പോൾ ദൈവം കൂടെ നിന്ന് അവളെ ശക്തിപ്പെടുത്തുന്നു, സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നു. ഇത് നമ്മളോട് എന്താണ് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് നിശ്ചലമായ ഒരു യാഥാർത്ഥ്യമല്ല. ഒരിക്കൽ ലഭിച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്ന ശൈശവ സഹജമായ ഒരു വിശ്വാസമല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്ക് പ്രായമാകും തോറും പക്വതയേറും തോറും ജീവിതാനുഭവങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് കുറേ കൂടി പക്വമായ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവവുമായിട്ട് കുറേ കൂടി ആത്മബന്ധം, ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വളർച്ച, അത്തരം ഒരു വളർച്ചയിലേക്ക് സക്കറിയയെ കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് മാലാഖ നടത്തുന്നത്. മധുരച്ചൂരൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഉള്ള ഒരു ശിക്ഷണം. ഇതൊരു ശിക്ഷയല്ല, ഒരു ശിക്ഷണമാണ്. അയാളെ മൗനത്തിലൂടെ ധ്യാനത്തിലേക്ക് ക്ഷണിച്ച് ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കി കൂടുതൽ പക്വതയാർന്ന വിശ്വാസത്തിലേക്ക് വരുവാനായിട്ടുള്ള ഒരു ക്ഷണം. നമ്മളോടും ഇത് ആവശ്യപ്പെടുന്നത് എന്താണ്? ഒരുപക്ഷെ നമ്മുടെ വിശ്വാസവും ശിശുസഹജമായ ബാലാരിഷ്ടതകൾ നിറഞ്ഞ വിശ്വാസമാണെങ്കിൽ നമ്മുടെ പ്രായവും പക്വതയുമൊക്കെ അനുസരിച്ച് കുറേ കൂടി അത് വളർത്തുവാനായിട്ട്, കുറേ കൂടി ദൈവോന്മുഖമായിട്ട് ദൈവത്തോടടുക്കുവാനായിട്ട് അത് നമ്മെ ക്ഷണിക്കുന്നു. അതേസമയം തന്നെ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഇളമുറക്കാർക്ക് വിശ്വാസത്തെ പ്രതി ചോദ്യങ്ങളുണ്ടാകുമ്പോൾ, വിശ്വാസത്തെ പ്രതി സംശയങ്ങളുണ്ടാകുമ്പോൾ, ദൈവത്തെ പ്രതി സംശയങ്ങളുണ്ടാകുമ്പോൾ അവരെ ഒഴിവാക്കുന്നതിന് പകരം സഹിഷ്ണുതയോടുകൂടെ സ്നേഹത്തോടുകൂടെ അവരെ നയിക്കുക, മാതൃകാപരമായ ജീവിതത്തിലൂടെ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുക. ഈ ക്രിസ്തുമസ് കാലം എൻ്റെ വിശ്വാസത്തിൽ ഇനിയും ഞാൻ പക്വത പ്രാപിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായി മാറട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.